റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനെതിരെ കെ.എം. രാധാകൃഷ്ണൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകും. CPIM കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക സംഘം ജില്ലാ സെക്രട്ടറിയുമായ രാധാകൃഷ്ണന്റെ പേര് ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ ചെയ്തു. മണ്ഡലം കമ്മിറ്റിയിൽ പേര് റിപ്പോർട്ട് ചെയ്തതോടെ പുതുപ്പള്ളിയിൽ ശക്തമായ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. അഖിൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, നമുക്കറിയാവുന്നതാണ് 2021 ഉമ്മൻചാണ്ടി മത്സരിച്ചപ്പോൾ 9,000 വോട്ടിന് മാത്രം ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് 4 ഇരട്ടിയായി വർദ്ധിച്ച സാഹചര്യമാണ് ഉണ്ടായത്. അതിന് തടയിടാൻ മികച്ച രീതിയിൽ വോട്ട് കിട്ടാനെങ്കിലും വോട്ട് സമാഹരിക്കാനെങ്കിലും പോന്നൊരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണോ? മധു, തീർച്ചയായും ഈ CPM സംബന്ധിച്ചോളം രണ്ട് പേരുകളാണ് പ്രധാനമായും പരിഗണിച്ചിരുന്നത്. സുഭാഷ് പി വർഗീസും മറ്റൊന്ന് കെ.എം. രാധാകൃഷ്ണനും. ഈ കെ.എം. രാധാകൃഷ്ണനെ പരിഗണിക്കുന്നത് പ്രധാനമായും ഒരു മികച്ച സംഘാടകനാണ് എന്നുള്ളതാണ്. കാരണം നിരവധിയായ CPM അല്ലെങ്കിൽ ഇടത് സംഘടനകളിലൊക്കെ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നതാണ്. ഒന്ന് കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഈ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. ഒപ്പം ഈ സംസ്ഥാന സഹകരണ സംഘത്തിന്റെ ഡയറക്ടർ, അങ്ങനെ വിവിധങ്ങളായ ചുമതലകളിൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മികച്ച സംഘാടകനാണ്. ഇത് തന്നെയാണ് ഈ സുഭാഷ് പി വർഗീസിന്റെ പേര് പരിഗണിക്കപ്പെടുമ്പോഴും കെ.എം. രാധാകൃഷ്ണനിലേക്ക് അവസാനം എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റിൽ നിന്നും, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും കെ.എം. രാധാകൃഷ്ണന്റെ പേരാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അയച്ചത് നമുക്ക് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ അവിടുന്ന് ഒരു അറിയിപ്പും ഇത് മണ്ഡലം കമ്മിറ്റിയിൽ പേര് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു കടുത്ത പോരാട്ടത്തിലേക്ക് പുതുപ്പള്ളി മാറുമെന്ന കാര്യം തന്നെ ഉറപ്പിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഒരു തുടർച്ചയായി 4 തവണത്തോളം ജെയ്ക് സി തോമസ് മത്സരിച്ചിരുന്നു. തുടർച്ചയായി ഉമ്മൻചാണ്ടി ഒരു കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷേ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മൻ മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും വലിയ സ്വീകാര്യത ചാണ്ടിയുമ്മനെ സംബന്ധിച്ചോളം ഉണ്ട്. സ്വാഭാവികം ജയത്തിനപ്പുറത്തേക്ക് കടുത്തൊരു പോരാട്ടമായിരിക്കും എന്തായാലും CPM ഇവിടെ മുന്നോട്ട് വെക്കുക. അതുകൊണ്ട് തന്നെയാണ് CPM ഒരു മുതിർന്ന നേതാവ്, നിരവധിയായ കർഷകത്തിന്റെ അടക്കം നിരവധി ചുമതലകൾ വഹിച്ചിട്ടുള്ള നിരവധി മികച്ച സംഘാടകനായിട്ടുള്ള മുതിർന്ന നേതാവിനെ തന്നെ ഈ ഇത്തരത്തിൽ CPM അവരുടെ ഒരു സ്ഥാനാർത്ഥിയായി തന്നെ പുതുപ്പള്ളിയിലേക്ക് എത്തുന്നു. നമുക്ക് മറ്റ് മണ്ഡലങ്ങളിൽ CPM കോട്ടയത്തെ 3 സ്ഥലങ്ങളിലാണ് CPM ആയി മത്സരിക്കുന്നത്. ആ സ്ഥലങ്ങളിലൊന്നും വലിയ ചർച്ചകളുടെ കാര്യം ഉണ്ടായിരുന്നില്ല. അതിൽ പ്രധാനമായ ഒരു ചർച്ചകളിലേക്കോ അല്ലെങ്കിൽ ഒരു കൃത്യമായ സ്ഥാനാർത്ഥിയിലേക്ക് ഒരാളിലേക്ക് എത്താതിരുന്നത് അത് പുതുപ്പള്ളി മണ്ഡലത്തിൽ മാത്രമായിരുന്നു. എന്തായാലും ഇപ്പോൾ പുതുപ്പള്ളിയിലും ആ ഒരു പേരിലേക്ക് CPM എത്തിയിരിക്കുന്നു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഈ വിഷയത്തിൽ വരാനുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കെ.എം. രാധാകൃഷ്ണൻ തന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കും. കടുത്തൊരു പോരാട്ടം, കനത്തൊരു മത്സരം തന്നെ കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ CPM സംബന്ധിച്ചോളം ഉണ്ട്. ശരി, പുതുപ്പള്ളിയിലും LDF സ്ഥാനാർത്ഥിയായിരിക്കുന്നു. 3 തവണ ജെയ്ക് സി തോമസ് ആണ് മത്സരിച്ചത്. പുതുപ്പള്ളിയിൽ CPM വേണ്ടി പുതിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറെക്കുറെ ധാരണയായിരിക്കുന്നു.